മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ പണികഴിപ്പിച്ച ടൗൺഷിപ്പിന്റെ ഭാഗമായ 178 വീടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൈമാറി. ആദ്യഘട്ട ഗുണഭോക്താക്കളായ 178 പേർക്ക് അവരുടെ ഭൂമിയുടെ പട്ടയവും നൽകി. ബാക്കി ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലാണ്. ഇവരുടെ വീടുകളോടൊപ്പം പൊതുസൗകര്യങ്ങളായ കമ്മ്യൂണിറ്റി ഹാൾ, ഡിസാസ്റ്റർ ഷെൽട്ടർ, ഫുട്ബോൾ ഗ്രൗണ്ട്, ഡിസാസ്റ്റർ മെമ്മോറിയൽ, കടമുറികൾ, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, തടയണയും ജലാശയവും, 10 സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, ഭൂഗർഭ വൈദ്യുത വിതരണ ശൃംഖല, വെള്ളമൊഴുകുന്നതിന് ഡ്രെയിനേജ് സംവിധാനം, 9.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക്, ഓരോ വീട്ടിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി 2 kV കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്ലാന്റ് എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. 5 സോണുകളായി വിഭാവനം ചെയ്തിരിക്കുന്ന ടൗൺഷിപ്പിൽ 35 ക്ലസ്റ്ററുകളായിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഓരോ ക്ലസ്റ്ററിലും വിശാലമായ ഗ്രീൻ സ്പേസ് നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റത്തിന് ചുറ്റും 5.5 മീറ്റർ വീതിയുള്ള റോഡും ആ റോഡിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ക്ലസ്റ്ററിലെയും വീടുകൾ ഉണ്ടാക്കുന്നത്. 8 മുതൽ 20 വരെ വീടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ ക്ലസ്റ്ററും. 7 സെന്റാണ് ഓരോരുത്തരുടെയും വ്യക്തിഗത ഹൗസ് പ്ലോട്ടുകൾ. ഈ വ്യക്തിഗത ഹൗസ് പ്ലോട്ടുകളിൽ ഓരോ ഭൂമിക്കും പ്രത്യേകം പട്ടയം നൽകും. വീടുകളും പൊതുനിർമ്മിതികളും പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു നില കെട്ടിടമാണെങ്കിലും അതിന്റെ മുകളിലേക്ക് കൂടുതൽ നിലകൾ നിർമ്മിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. ഈ പുതിയ നഗരത്തിന്റെ മുറ്റത്തേക്ക് സ്ഥിരമായി എല്ലാ മാസവും ഒന്നിലേറെ തവണയോ വരുന്ന ഈ മുറ്റത്തേക്ക് ഇന്നത്തെ ഈ അഭിമാന നിമിഷത്തിന് വേണ്ടി വന്നെത്തിച്ചേർന്നത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഒരിക്കൽ കൂടി രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും നാം അവതരിപ്പിക്കുകയാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും നമ്മുടെ സാഹോദര്യ ബന്ധവുമാണ് ഇന്ന് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തുന്നതിനിടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.